വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. വിജയേട്ടാ, ഒരു വാർത്ത പുറത്തു വരുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ബദ്ധശത്രുക്കളാണല്ലോ. സ്വാഭാവികമായിട്ടും ഇൻഡസ് വാട്ടർ ട്രീറ്റി ഇതൊക്കെ നിർത്തിയതിനു ശേഷം പാകിസ്ഥാൻ ഇന്ത്യക്ക് ഒരുപാട് കത്തുകൾ അയക്കുന്നു. ആ കത്തുകളിൽ പാകിസ്ഥാന്റെ പരിതാപകരമായിട്ടുള്ള അവസ്ഥകളെല്ലാം പാകിസ്ഥാൻ എടുത്തു പറയുന്നുണ്ട്. എങ്കിലും ഇന്ത്യ എടുത്ത നിലപാടിൽ തന്നെ ഇന്ത്യ ഉറച്ചു നിൽക്കുകയാണ്. പാകിസ്ഥാൻ ഒരു വഴിയില്ല. പാകിസ്ഥാൻ ഇപ്പോ ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നത് നമുക്ക് ഗ്യാസും പെട്രോളൊക്കെ തീർന്നുകൊണ്ടിരിക്കുകയാണ്, ഒരൊറ്റ ഒപ്പിൽ ഗ്യാസും പെട്രോളും രാജ്യത്തേക്ക് എത്തിക്കാൻ നമ്മൾ ഇന്ത്യ അല്ല എന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. മുച്ചൂടും മുടിഞ്ഞ ഒരു രാജ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ. അപ്പോഴും പാകിസ്ഥാൻ ഇനി രക്ഷപ്പെടണമെങ്കിൽ ഇനി അമേരിക്ക വന്നിട്ടും കാര്യമില്ല, പാകിസ്ഥാൻ ബംഗ്ലാദേശ് വഴി കള്ളക്കടത്ത് തുടങ്ങിയിട്ടും കാര്യമില്ല, പാകിസ്ഥാൻ ഇറാനെ സപ്പോർട്ട് ചെയ്തിട്ടും കാര്യമില്ല. പാകിസ്ഥാന് രക്ഷപ്പെടണമെങ്കിൽ ഒരു വഴി ഇന്ത്യ അനുനയിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. ഇന്ത്യ അനുനയിച്ച് പാകിസ്ഥാന് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുത്താൽ ബേസിക് ആയിട്ട് നമുക്ക് വേണ്ടത് എന്താണ്? വെള്ളം, വായു, ആഹാരം, വസ്ത്രം, പാർപ്പിടം. ഇതിൽ വെള്ളം തന്നെ പാകിസ്ഥാന് മുടങ്ങിക്കിടക്കുന്ന സാഹചര്യത്തിൽ പാകിസ്ഥാൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ സാഹചര്യത്തിൽ ഒരു അണിയറ ചർച്ച പാകിസ്ഥാനുമായിട്ട് നടന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. ഇന്ത്യയും പാകിസ്ഥാനും ആയിട്ടുള്ള ബന്ധങ്ങൾ മെച്ചപ്പെടുത്താനുള്ള ഒരു ശ്രമമാണ് ഈ ചർച്ചയിൽ ഉണ്ടായത് എന്നുള്ള റിപ്പോർട്ട് വരുന്നുണ്ട്. 3 മാസത്തിനുള്ളിൽ നടന്നത് 2 രഹസ്യ കൂടിക്കാഴ്ചകളാണ് എന്നാണ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. ഇത് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം 1 വർഷം തികയുന്നതിനിടയ്ക്കാണ് ഇത് നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. ഔദ്യോഗിക ബന്ധം ഒന്നും നിലവിലുണ്ടായിട്ടില്ല, രഹസ്യമായിട്ടുള്ള ചർച്ചകൾ മാത്രമേ നടന്നിട്ടുള്ളൂ. പക്ഷെ ഇതിനകത്ത് അജിത് ഡോവലിന്റെ ഇടപെടലുകൾ സജീവമായിട്ടുണ്ട് എന്നും ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം ഇരു രാജ്യങ്ങളിലെയും വിരമിച്ച സൈനിക ജനറൽമാരും നയതന്ത്രജ്ഞരും ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ ഉള്ളത്. ഖത്തറിന്റെയും മറ്റൊരു ഏഷ്യൻ രാജ്യത്തിന്റെയും തലസ്ഥാനങ്ങളിൽ കഴിഞ്ഞ 3 മാസത്തിനിടെ കുറഞ്ഞത് 2 തവണയെങ്കിലും രഹസ്യ കൂടിക്കാഴ്ചകൾ നടന്നിട്ടുണ്ട്. ഈ കൂടിക്കാഴ്ചകൾ അനൗപചാരികമാണെങ്കിലും പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല, അത് കറക്റ്റാണ് എന്ന് ഉറപ്പിച്ചിട്ടുണ്ട്. ഈ ഇസ്ലാമാബാദും റാവൽപിണ്ടിയുമായും ചർച്ചകൾക്കായി ഒരു രഹസ്യ ചാനൽ തുറക്കണമെന്ന് ഇന്ത്യൻ സർക്കാർ വൃത്തങ്ങളിൽ അഭിപ്രായ സമന്വയമുണ്ട് എന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ ഓഫീസിനെയും ദേശീയ സുരക്ഷാ കൗൺസിൽ സെക്രട്ടേറിയറ്റിനെയും ഈ സംഭവ വികാസത്തെക്കുറിച്ച് അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്നും ഇതിൽ സൂചിപ്പിക്കുന്നുണ്ട്. വീണ്ടും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം ഇന്ത്യക്ക് അതിന്റെ ആവശ്യമുള്ള ഊഷ്മളമാക്കുന്നതിന്റെ, എങ്കിലും ഇന്ത്യ പാകിസ്ഥാനുമായിട്ട് ചർച്ച നടത്താൻ, അതും രഹസ്യ ചർച്ച നടത്താൻ പോകുന്നതിന് പിന്നിലെ ചേതോവികാരം എന്താണ് എന്ന് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് അറിയാനുള്ള അവകാശമില്ലേ? ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട മുൻകൈ എടുത്തിരിക്കുന്നത് പാകിസ്ഥാനിലെ റിട്ടയർഡ് ജനറൽമാര്, പഴയ അവരുടെ നയതന്ത്ര പ്രതിനിധികള്, ഇവരെല്ലാം കൂടെ ചേർന്നിട്ട് എടുത്ത ഒരു തീരുമാനമാണ്. അതനുസരിച്ചാണ് കാര്യങ്ങൾ മുമ്പോട്ട്. അതിന് പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം ഒരു രാജ്യം ഈ ശത്രുക്കളാൽ വളയപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിന് വലിയ സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കമുണ്ടാകും. രണ്ടാമത്തെ കാര്യം, അവർക്ക് ഭരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയില്ല. ഇപ്പോൾ നിലവിലത്തെ പാകിസ്ഥാന്റെ അവസ്ഥ വെച്ചിട്ട് സ്വാഭാവികമായി അടി എവിടുന്ന് വരുന്നു എന്ന് അവർക്ക് പറയാൻ കഴിയില്ല. കാരണം ഇന്ത്യയെ സംബന്ധിച്ച് പാകിസ്ഥാൻ എന്നൊരു രാജ്യമെങ്കിലും പറയാനുണ്ട് നമ്മളെ അടിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ശത്രു രാജ്യം എന്ന് പറയുന്നത് പാകിസ്ഥാനോ ചൈനയൊക്കെ നമുക്ക് പേരെടുത്ത് പറയാൻ പറ്റും. പാകിസ്ഥാനെ സംബന്ധിച്ച് ഇപ്പോഴങ്ങനല്ല, എവിടുന്നൊക്കെ വരും എന്നറിയില്ല. അഫ്ഗാനിസ്ഥാനുണ്ട്, ഇറാന്റെ ഈ മാറി വരുന്ന ഒരു ഇതിൽ ഏതായിരിക്കും എന്നറിയാൻ. ഇസ്രായേൽ നേരത്തെ തന്നെ അവരുടെ റഡാറിൽ ഇടുകയും ലിസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്ത രാജ്യമാണ്. അമേരിക്കയുടെ നാളത്തെ നിലപാട് എന്താണെന്ന് അറിയാൻ കഴിയില്ല. അങ്ങനെ അനവധി വിഷയങ്ങൾ. അതിന്റെ ഇടയ്ക്ക് ഇന്ത്യ കൂടെ ഏതാണ്ട് നിലവിലൊരു 5 രാജ്യങ്ങൾ, ഇത് കൂടാതെ അവരുടെ അകത്ത് തന്നെയുള്ള തെഹ്രിക്ക് താലിബാൻ കണക്കുള്ള സംഘടനകൾ, ബലൂചിസ്ഥാനുള്ള ടീമുകൾ, അങ്ങനെ അകത്തും പുറത്തും ഇങ്ങനെ നിൽക്കുന്നു. ഇവർക്ക് എങ്ങും കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. കാരണം സുരക്ഷ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി നിൽക്കുന്നു. ജനങ്ങളുടെ ജീവിത പ്രതിസന്ധി വല്ലാത്ത രീതിയിൽ ഉയരുന്നു. പെട്രോളും ഡീസലും കിട്ടാത്തൊരു സാഹചര്യം. അവിടെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ 5 രൂപ പെട്രോളിന് കൂടിയാൽ പോലും അതൊരു വലിയ നഷ്ടമായിട്ട് ഇന്ത്യയിൽ ഒരു ജനവും ഇപ്പോൾ കരുതില്ല. കാരണം ലോകത്തെമ്പാടും പെട്രോളിനും ഡീസലിനും വില കൂട്ടിയപ്പോഴും ഇന്ത്യ കൂട്ടാതെ നിന്നു. പിന്നെ നമുക്കൊരിക്കലും പെട്രോളിനും ഡീസലിന്റെയും ഗ്യാസിന്റെയും ക്ഷാമം വന്നിട്ടില്ല എന്നുള്ളത് നമ്മൾ എടുത്തു പറയണം. പാകിസ്ഥാനിൽ ക്ഷാമമാണ്, അവിടെ പലപ്പോഴും പെട്രോളും ഡീസലും കിട്ടാത്ത സാഹചര്യം കൂടെ വരുന്നുണ്ട്. ഇങ്ങനെയുള്ള, കാരണം ആരും കൊടുക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. കാരണം പൈസ ഇല്ല, അതാണ് പ്രധാന പ്രശ്നം. അവിടെയാണ് പാകിസ്ഥാന്റെ മന്ത്രി പറഞ്ഞത്, നമ്മൾ ഇന്ത്യ അല്ല ഒരു ഒപ്പിട്ട് കഴിഞ്ഞാൽ എണ്ണ കിട്ടാനായിട്ട്, നമ്മൾ പോയി യാചിച്ച് കൊണ്ടുവരേണ്ടി വരും എന്ന് പറയേണ്ട ഒരു അവസ്ഥ. ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് അവർ അഫ്ഗാനിസ്ഥാനായിട്ട് ഇപ്പോൾ ഒരു തുറന്ന വാറിലേക്ക് അവർ പോകാൻ നിൽക്കുന്ന ഒരു സാഹചര്യം. ഇങ്ങനെ നിൽക്കുന്നു. ചൈനയെ സംബന്ധിച്ചാണെങ്കിൽ അവരിപ്പോൾ ഈ പാകിസ്ഥാനിൽ പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്നു. കാരണം ഗദ്വാർ അടക്കം അവർ മുടക്കിയ മുതൽ അവർക്ക് തിരിച്ചു പിടിക്കേണ്ടതായിട്ടുണ്ട്. ആ പണം തിരിച്ചു തരിക എന്നൊക്കെയുള്ള ഒരു കണ്ടീഷനിൽ നിൽക്കുന്നു. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയുമായിട്ട് ഒരു ടെൻഷൻ കുറയ്ക്കുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു സംഘർഷം. പിന്നെ മറ്റൊന്ന്, ധനുഷ് നേരത്തെ പറഞ്ഞ ഈ സിന്ധു നദീജല കരാറും ഇതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പൊ ടെൻഷൻ കുറച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ
സ്വാഭാവികമായി തന്നെ ഇവർക്ക് ഒരു റിലാക്സ് കിട്ടും ആ ഭരണകൂടം. ഇപ്പൊ ശരിക്കും ആ ഭരണകൂടം ഇരിക്കുന്നത് മുള്ളിന്മേലാണ്, ഇല്ലെങ്കിൽ നമ്മൾ എന്താണ് പറയുക, ശൂലത്തിൽ ഇരിക്കുന്ന ഒരു ഭരണകൂടമാണ്. അപ്പൊ അവർക്ക് അതിൽ നിന്ന് താഴെ ഇറങ്ങി റെസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ അവർക്ക് കാര്യങ്ങൾ നിയന്ത്രിക്കാൻ പറ്റൂ. പക്ഷെ ഇത് പാകിസ്ഥാനിലെ ഈ മുൻ റിട്ടയർഡ് നയതന്ത്ര പ്രതിനിധികള്, ഒപ്പം തന്നെ റിട്ടയർഡ് ജനറൽമാര് ഒക്കെ ഇന്ത്യയിലുള്ള റിട്ടയർഡ് ജനറൽമാര് മറ്റ് ഉള്ള ആളുകളുമായിട്ട് അവര് ഒരു കൂടിക്കാഴ്ചകൾ നടന്നിട്ടുണ്ട്, ഫോൺ സംഭാഷണങ്ങൾ നടന്നിട്ടുണ്ട്. ഇതൊന്ന് രമ്യതപ്പെടുത്തുക, ഒരു ചർച്ചയിലേക്ക് എത്തുക എന്നുള്ളത്. പക്ഷെ അത് എത്രത്തോളം ഫലം ചെയ്യുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല നിലവിൽ. കാരണം ഈ നമ്മുടെ ഇപ്പൊ അജിത് ഡോവൽ സ്വാഭാവികമായി ഇത് അജിത് ഡോവലിനെ ധരിപ്പിച്ചു, അദ്ദേഹം ഇത് കേൾക്കാൻ തയ്യാറായി എന്നുള്ളത് പോലെ പാകിസ്ഥാനിൽ അവിടുത്തെ ഭരണകൂടം അത് കേൾക്കാൻ തയ്യാറാകുമോ, പ്രത്യേകിച്ച് മുനീറൊക്കെ അത് കേൾക്കാൻ തയ്യാറാകുമോ, ചെവി കൊടുക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയകരമാണ്. എന്ന് കരുതിയിട്ട് ഈ ചർച്ചയുടെ പശ്ചാത്തലത്തിൽ നാളെ നമ്മളിൽ നിന്നും കൂടെ ബായി ആകുമെന്ന് ആരും കരുതേണ്ടതായിട്ടില്ല. ഒരിക്കലും അത് ആകാനുള്ള സാധ്യതയുമില്ല. കാരണം ഇന്ത്യ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ചർച്ചയും ഈ ഭീകരവാദം കൂടെ ഒന്നിച്ചു പോയില്ല. ഏതെങ്കിലും ഒന്ന് നിർത്തിയാലേ നമുക്ക് മറ്റേ ചർച്ച തുടങ്ങണമെങ്കിൽ നിങ്ങൾ ഇതെല്ലാം നിർത്തിയേ പറ്റൂ എന്നുള്ളത് നമ്മുടെ ഒഫീഷ്യലായിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന കാര്യമാണ്. അതായത് ഭീകരവാദം അവസാനിപ്പിക്കാതെ പാകിസ്ഥാനുമായിട്ട് ഇനി ഒരു ചർച്ചയും ഇല്ല. അതുപോലെ രക്തവും വെള്ളവും ഒരുമിച്ചൊഴുകില്ല. ഇതൊക്കെ നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ സ്റ്റാൻഡാണ്. അതിനകത്ത് വെള്ളം ചേർക്കാൻ വിട്ടുവീഴ്ചയെ പറ്റില്ല. പിന്നെ സ്വാഭാവികമായി തന്നെ ഒരു അയവ് കാരണം ഇന്ത്യയെ സംബന്ധിച്ച് യുദ്ധസജ്ജമായി നിൽക്കുകയാണ്. ഏതെങ്കിലും ഒരു ചെറിയ തീപ്പൊരി വേണം തീർക്കുമെന്ന് ഇന്നലെ മിനിഞ്ഞാന്ന് നമ്മുടെ പ്രധാനമന്ത്രി സൈനിക മേധാവികളും അടക്കം പറയുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് പാകിസ്ഥാനിൽ കഴിഞ്ഞ ഒരു 3 മാസമായിട്ട് നടക്കുന്ന ചില നീക്കങ്ങൾ. അതായത് പാകിസ്ഥാനിലും ഇന്ത്യയിലുള്ള റിട്ടയർഡ് കാരണം ഇതൊരു ഒഫീഷ്യലേ അല്ല, അനൗപചാരികമായിട്ടാണ്. ഇപ്പൊ ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞാൽ ഇതുപോലെ ചേർന്ന് വരുമോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ രാജ്യത്തെ ഈ റിട്ടയർഡ് IAS IPS ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇങ്ങനെ ചില കത്തുകളൊക്കെ പ്രധാനമന്ത്രിക്ക് എഴുതാറുണ്ട്. നമ്മുടെ രാജ്യത്തിന് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ. ആ ഒരു രീതിയിൽ മാത്രം ഇതിനെ ഇപ്പോൾ കണ്ടാൽ മതി, വിലയിരുത്തിയാൽ മതി. ഒരു പക്ഷേ ഈ ഒരു ഭാവിയിലേക്ക് ഒരു ചർച്ചയോ ഇല്ലെങ്കിൽ ഈ ബാക്ക്ഡോർ സംഭാഷണത്തിലൂടെ ഒരു സമാധാനത്തിനുള്ള നീക്കമോ ഉണ്ടായാൽ വളരെ നല്ല കാര്യമായിരിക്കാം അത്. കാരണം പാകിസ്ഥാനെ സംബന്ധിച്ച് അത് വളരെ ഗുണപ്രദമാകുന്ന ഒരു കാര്യമാണ്. പക്ഷെ പാകിസ്ഥാൻ ഈ ഭീകരവാദം നിർത്താൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. ഇനി പാകിസ്ഥാൻ വിചാരിച്ചാലും അവർ കരുതുകയാണ്, ശരി ഇനി മുതൽ നമുക്ക് ഇന്ത്യക്കെതിരെ ഭീകരവാദം ഒന്നും നടത്തണ്ടെന്ന് കരുതിയാലും ഈ ജെയ്ഷെ മുഹമ്മദിനെ പോലെയുള്ള ലഷ്കർ എ തോയ്ബയെ പോലുള്ള സംഘടനകൾ അടങ്ങിയിരിക്കുമെന്ന് കരുതാൻ കഴിയില്ല. ഒന്ന്. പിന്നെ നിലവിലത്തെ സാഹചര്യത്തിൽ ഈ ലഷ്കർ എ തോയ്ബയും ജെയ്ഷെ മുഹമ്മദിന്റെയും ഒക്കെ നേതൃത്വ നിര ഭിന്നതയിലാണ്. ഒപ്പം തന്നെ അവരുടെ അനാരോഗ്യം മൂലം ഹാഫിസ് സയ്യിദിനെ പോലുള്ളവരൊക്കെ മുൻനിരയിൽ നിന്ന് അല്പം പിൻവലിഞ്ഞ് നിൽക്കുകയും കൂടെയാണ്. ഒന്ന്, അജ്ഞാത പേടിയാണ്, എവിടെ തിരിഞ്ഞാലും അജ്ഞാതൻ വരുമെന്നുള്ളൊരു ഭയം. 2, അനാരോഗ്യം. മൂന്നാമത്തേത് ഇതിന്റെ രണ്ടാംതര നേതാക്കൾ അധികാരം പിടിക്കാൻ നടത്തുന്ന നീക്കങ്ങൾ. ഇതിൽ ജെയ്ഷെ മുഹമ്മദിന് അകത്തൊക്കെ അനവധി ഗ്രൂപ്പുകൾ രൂപം കൊണ്ടിട്ടുണ്ട്. നമ്മുടെ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ഗ്രൂപ്പുകൾ പോലെ തന്നെ അനവധി ഗ്രൂപ്പുകൾ, ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ പോകുന്നുണ്ട്. അത് വ്യത്യസ്തമായ കാരണങ്ങളാണ് ആ ഗ്രൂപ്പുകൾ രൂപപ്പെടുന്നത്. അഫ്ഗാനിസ്ഥാനെ അടിക്കുന്നതിൽ എതിർപ്പുള്ള ഒരു വിഭാഗമുണ്ട്. ഒപ്പം തന്നെ പല പല കാരണങ്ങൾ, അതായത് ഈ നേതൃത്വത്തിന്റെ ധാർഷ്ട്യം ഇല്ലെങ്കിൽ ഏകാധിപത്യം, ഇതിനെതിരെയൊക്കെ ഉള്ള ഗ്രൂപ്പാണ്. നമ്മുടെ രാഷ്ട്രീയ പാർട്ടിയിലൊക്കെ ഉള്ളവർക്ക് തന്നെ ഉള്ള ഗ്രൂപ്പുകളും മറ്റുമൊക്കെ അതിനകത്ത് സജീവം. ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടി വേണം നമ്മൾ ഇതിനെ കാണാൻ. പക്ഷെ ഇതൊരു സക്സസിലേക്ക് എത്തുമോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതിനുള്ള സാധ്യത എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയില്ല. ഒരു പക്ഷേ ഇപ്പോ നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ ഒക്കെ ഇവരത് ഉദ്ദേശിക്കുന്നത് അവർ വ്യക്തമായി പറയുന്നുണ്ട് എന്താണെന്ന്. കാരണം എന്തെങ്കിലും ഒരു അനിഷ്ട സംഭവം നടന്നാൽ പരസ്പരം ചർച്ച ചെയ്തിട്ട് അതിന്റെ ഒരു ക്ലാരിറ്റി വരുത്തുക. കാരണം ഇന്ത്യയെ സംബന്ധിച്ച് അവരെ ഓപ്പറേഷൻ സിന്ദൂർ കൂടി ഒരു കാര്യം പാകിസ്ഥാന് മനസ്സിലായി. കാരണം എന്തെങ്കിലും ഒന്നും സംഭവിച്ചാൽ വലിയ തിരിച്ചടി നേരിടേണ്ടി വരും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു വിശദീകരണം, ഒരു സംസാരിക്കാൻ ഒരു ഇടനാഴി വേണം. ഞങ്ങളല്ലാന്നോ ഇല്ലെങ്കിൽ ഞങ്ങൾ അതിന് നടപടി എന്തെങ്കിലും ഒന്ന് പറയാനായിട്ടൊരു ഇത് നമ്മളിത് കണ്ടിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ അവസാന സമയങ്ങളിൽ പാകിസ്ഥാന്റെ സൈനിക വിഭാഗമാണ് ഇന്ത്യയിലേക്ക് വിളിക്കുന്നത് നിർത്താൻ പറഞ്ഞിട്ട്. അപ്പൊ അത് കണക്കൊരു മീഡിയേറ്റർ കണക്കൊരു സംവിധാനത്തിലേക്കാണ് ഇവർ തിരിയുന്നത്. പക്ഷെ അത് എത്രത്തോളം സക്സസ് ആകും എന്നറിയില്ല. പക്ഷെ എന്തായാലും നമ്മളൊക്കെ യുദ്ധം ആഗ്രഹിക്കുന്നവരല്ല. അതുകൊണ്ട് തന്നെ നല്ലൊരു നീക്കം എന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ ആ നീക്കം എത്രത്തോളം സക്സസ് ആകുമെന്ന് പറയാൻ കഴിയില്ല. പക്ഷെ ഇത് വലിയ വാർത്ത തന്നെയാണ്. കാരണം ഒരിക്കലും ബന്ധപ്പെടാത്ത അല്ലെങ്കിൽ ശത്രുപക്ഷത്തിലേക്ക് നിൽക്കുന്നത്. കാരണം ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ ഇപ്പോൾ വലിയ രീതിയിൽ തന്നെ സജ്ജമായി നിൽക്കുന്ന സാഹചര്യമാണ്. എന്തും സംഭവിക്കാം. കാരണം ഒരു തീപ്പൊരി വീണ. അപ്പോൾ അത് ഉണ്ടാകാതെ നോക്കേണ്ടത് പാകിസ്ഥാന്റെ കടമയാണ്. പക്ഷെ ഈ ഒരു വാർത്ത പുറത്തു വരുന്നതോട് ഞാൻ പ്രതീക്ഷിക്കുന്നത് പാകിസ്ഥാനിലെ ഭീകര ഗ്രൂപ്പുകൾ എന്തെങ്കിലും ഒരു അലമ്പുണ്ടാക്കും. അങ്ങനെയാണ് അവിടെ നടന്നു വന്നിരിക്കുന്നത്. കാരണം പാകിസ്ഥാനെ സംബന്ധിച്ച് 3 ഗ്രൂപ്പുകളാണ് അവിടുത്തെ ഭരണം നിയന്ത്രിക്കുന്നത്. ഒന്ന്, പേരിന് വേണ്ടിയിട്ടുള്ള ഒരു ഭരണകൂടം. 2, സർവ്വതും നിയന്ത്രിക്കുന്ന സൈന്യം. ഈ സൈന്യത്തിന് അടിയിലുള്ള ഭീകരവാദ ഗ്രൂപ്പുകളുണ്ട്. ഈ ഭീകരവാദ ഗ്രൂപ്പുകൾക്കും ചില പ്രഷറുകൾ ചെലുത്താൻ കഴിയും. ഈ സൈന്യത്തിനെ പോലും പ്രഷർ ചെലുത്താൻ അവർക്ക് കഴിയും. അപ്പൊ ഇങ്ങനെ ഒരു വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് ആർക്കെങ്കിലും, ഈ സൈനിക ജനറൽമാർ മുനീർ വേണമെന്നില്ല, ആർക്കെങ്കിലും ഒരാൾക്കൊരു നീരസം ഇതിൽ തോന്നിയാൽ
ഇല്ലെങ്കിൽ അങ്ങനെ വേണ്ട എന്നാൽ ഇതിപ്പോ തന്നെ കലക്കിക്കളയാം എന്ന് പറഞ്ഞ് അതിർത്തിയിലുള്ള പാക് റേഞ്ചേഴ്സ് ഒരു വെടിവെച്ചാലോ ഇല്ലെന്നുണ്ടെങ്കിൽ അതിർത്തി കടന്ന് എന്തെങ്കിലും ഒരു സ്ഫോടനം നടത്തിയാലോ അവിടെ തീർന്നല്ല, പിന്നീട് നടക്കുന്നത് വലിയ തിരിച്ചടിയാണ്. അത് ഉണ്ടാകാതിരിക്കാനുള്ള ഒരു നീക്കം കൂടി ആകാം ഇത്. പക്ഷെ അതുകൊണ്ട് ഇത് എത്രത്തോളം മുമ്പോട്ട് പോകുമെന്നറിയില്ല. പക്ഷെ ഈ നീക്കം ഒരു തരത്തിൽ നമുക്ക് നല്ല രീതിയിൽ കാണാം. നല്ലതായാൽ നല്ലത്, നല്ലതാകാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ടെന്നുള്ളത് വരും നാളുകളിൽ മാത്രമേ നമുക്ക് അറിയാൻ കഴിയുള്ളൂ. പക്ഷെ ഇതൊരു വലിയ വാർത്ത തന്നെയാണ് എന്ന് നമുക്ക് പറയാതിരിക്കാനും കഴിയില്ല. കാരണം ഇപ്പോഴത്തെ മാറിയ ഒരു സാഹചര്യമുണ്ട്. ടോട്ടലി ഇറാൻ അമേരിക്ക യുദ്ധം നടക്കുന്നു. കാരണം മിഡിൽ ഈസ്റ്റും സെൻട്രൽ ഏഷ്യയും അടക്കം ഒരു വലിയ യുദ്ധത്തിന്റെ വക്കിൽ തന്നെയാണ് നിൽക്കുന്നത്. ചൈന തായ്വാൻ സംഘർഷമായാലും, ചൈന ജപ്പാൻ, ചൈന ദക്ഷിണ കൊറിയ, ഉത്തര കൊറിയ അതൊരു സൈഡിൽ നിൽക്കുന്നു. ഇതിന്റെ ഇടയിലൊക്കെ പെട്ടുകിടക്കുന്ന പാകിസ്ഥാനാണ്. കാരണം എവിടെ പിടിക്കണമെന്നറിയില്ല. സൗദിയായിട്ട് ഇടയ്ക്ക് പോയി അറബ് നാറ്റോ വെക്കുന്നു. ഇപ്പൊ സൗദി അമേരിക്ക തള്ളിയിരിക്കുന്നു, ഞങ്ങളുടെ സ്ഥലമൊന്നും നിങ്ങൾക്ക് തരില്ല എന്ന് പറയുന്നു. ഇങ്ങനെയൊക്കെ നിൽക്കുന്ന അനവധി സാഹചര്യങ്ങൾ കൂടി വേണം. അക്ഷരത്തിൽ പാകിസ്ഥാൻ പെട്ടു നിൽക്കുന്ന ഒരു സാഹചര്യം. അതിനേക്കാൾ ഉപരി ഇപ്പോൾ ഇത് ഉരുത്തിരിഞ്ഞ് വരുന്ന ഒരു പക്ഷേ ഈ സിന്ധു നദീജല കരാറുമായിട്ട്, കാരണം ഇതിന്റെ ഒരു ക്ലാരിറ്റി ഇല്ല. അവരാകെ പറയുന്ന ഇത്രയേ ഉള്ളൂ, പരസ്പരം സംസാരിക്കാൻ ഒരു മീഡിയേറ്റർ എന്ന ഒരു അജണ്ടയാണ് ഇപ്പോൾ അതിനുള്ളത്. അത് എത്രത്തോളം വികസിക്കുമെന്നും നമുക്കറിയില്ല. ഏതായാലും ഒരു വലിയ വാർത്ത തന്നെയാണ് ഇങ്ങനെ ഒരു നീക്കം അവർ നടത്തുന്നു എന്നുള്ളതും. നമ്മുടെ ഇന്ത്യയിലുള്ള റിട്ടയർഡ് ആയിട്ടുള്ള സൈനിക തലവന്മാരും ഒപ്പം തന്നെ റിട്ടയർഡ് നയതന്ത്ര പ്രതിനിധികളും ഇതിലുണ്ട്. അവർ വിവരം അജിത് ഡോവലിനെ ധരിപ്പിച്ചിരുന്നു എന്നുള്ളത് ഒരു വാസ്തവമായുള്ള കാര്യമാണ്. അത് കേൾക്കാൻ അജിത് ഡോവലിന് കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷെ നേരെ മറിച്ച് പാകിസ്ഥാനിൽ ഇത് കേൾക്കാൻ ആരുണ്ടെന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഇവിടെ നമ്മുടെ സംവിധാനം എന്ന് പറഞ്ഞൊരു ജനാധിപത്യ പ്രക്രിയയാണ്, ജനാധിപത്യ രാജ്യമാണ്. അപ്പൊ സ്വാഭാവികമായി തന്നെ ഈ റിട്ടയർഡ് ആയിട്ടുള്ള ജനറൽമാരും മറ്റുമൊക്കെ പറയുമ്പോൾ അത് കേൾക്കാൻ ഒരു മനസ്സ് ഇവിടെയുള്ള ഭരണാധികാരികൾക്കായാലും CDS-നായാലും ഇല്ലെങ്കിൽ മറ്റ് നമ്മുടെ സുരക്ഷാ ഉപദേശനായാലും കഴിയുന്നുണ്ട് എന്നുള്ളിടത്താണ്. അവിടെ അപ്പുറത്ത് ഇത് ആര് കേൾക്കും എന്നുള്ളതാണ്, കേട്ടിട്ട് എന്താണെന്നുള്ളതാണ്. അതൊക്കെ വരും ദിവസങ്ങളെ അറിയാൻ കഴിയും. പക്ഷെ ഇത് എനിക്ക് തോന്നുന്നു ഇത് കലങ്ങുകയും ചെയ്യും. കലക്കാനുള്ള അണിയറ നീക്കം ഇപ്പൊ തുടങ്ങിയിട്ടും ഉണ്ടാകും.